നമസ്കാരം. ഞാൻ സന്തോഷ് അമ്പലത്തറ. ഇന്ന് നമ്മൾ പറയുന്ന വിഷയം 2026 പുതുവർഷ ഫലങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, പുതുവർഷ ഫലങ്ങൾ എല്ലാ ജ്യോതിഷികളും പറയുന്നത് ചാരഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ നക്ഷത്രത്തിൽ നിന്ന്, അതായത് നമ്മുടെ കൂറിൽ നിന്ന് ഇന്ന ഇന്ന ഭാഗങ്ങളിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നു. പ്രധാനമായിട്ട് നമ്മൾ വ്യാഴവും ശനിയുമാണ് ചാരഫലം പറയാൻ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ എടുക്കുന്നത്. ഇതൊരു കോമൺ ആയിട്ടുള്ള സാധാരണ രീതിയിലുള്ള ഒരു ഫല പ്രവചന രീതിയാണ്. നമുക്ക് വിശദമായിട്ടുള്ള ഫല പ്രവചനങ്ങൾ നടത്തണമെങ്കിൽ നിങ്ങളുടെ ജാതക പരിശോധന അത്യാവശ്യമാണ്. കാരണം ജാതകത്തിൽ ഗ്രഹങ്ങളുടെ ബലാബലങ്ങളും അവരുടെ സ്ഥാനങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ഇന്ന ഫലങ്ങൾ എത്രത്തോളം ഗുണകരമായിട്ട് ഫലിക്കും, ഇന്ന ഫലങ്ങൾ എത്രത്തോളം ദോഷകരമായിട്ട് ഫലിക്കുമെന്ന് ഒരു ജ്യോതിഷിക്ക് നിർണ്ണയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഫലങ്ങളാണ്. അപ്പോൾ ഇതിൽ കേൾക്കുന്ന ഫലങ്ങൾ ചിലപ്പോൾ നല്ല ഫലങ്ങളാവാം, ചിലപ്പോൾ മോശമായ ഫലങ്ങളാവാം. അപ്പോൾ അങ്ങനെ തന്നെ വരണമെന്ന ഒരു ഉറപ്പും ഈ ഫലങ്ങൾക്കില്ല. കാരണം ചാരഫലങ്ങൾക്ക് വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു മെത്തേഡിന്റെ രീതിയിലാണ് ഈ ഫലങ്ങളെല്ലാം ജ്യോതിഷികളും പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന നക്ഷത്രമാണ് കാർത്തിക. നമുക്കറിയാം, അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക ചേർന്ന 2.25 നക്ഷത്രമാണ് മേടക്കൂർ. അപ്പം ഈ കാർത്തികയുടെ പകുതി, ഇത് മുക്കാൽ ഭാഗം ഇടവം രാശിയിലാണ് ഉള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ ഫലങ്ങൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വരും. ഇപ്പം മേടക്കൂറുകാർക്ക് അനുഭവിക്കുന്ന ഫലങ്ങളായിരിക്കത്തില്ല ഇടവത്തില് കാർത്തിക അനുഭവിക്കുന്നത്. അപ്പോൾ ഇത് മിശ്രിതമായിട്ട് നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ ഒരു നക്ഷത്രമായിട്ട് പറയുമ്പോൾ. ഇപ്പോൾ ഭരണി നക്ഷത്രം നമ്മൾ പറഞ്ഞു, അശ്വതി പറഞ്ഞു, ഇപ്പോൾ ഇത് കാർത്തിക നക്ഷത്രത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്ക് ഇപ്പം പൊതുവെ 12ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് മേടക്കൂറുകാർക്ക്. അപ്പോൾ അതിനെ നമുക്ക് ഏഴരശനി കാലഘട്ടമായിട്ട് പറയുന്നത് കൊണ്ട് കുറച്ച് കാർത്തിക നക്ഷത്രക്കാർക്ക് ഇപ്പോൾ 12ലാണ് ശനി സഞ്ചരിക്കുന്ന കാലഘട്ടം മേടക്കൂറുകാർക്കാണ്. അപ്പോൾ ഈ നമുക്കറിയാം, ലഗ്നം 2, 12 ഈ ഭാവങ്ങളിൽ ശനി ചാരവശാൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിനെ നമ്മൾ ഏഴരശനി എന്ന് പറയും. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ മേടത്തിലെ കാർത്തിക നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരും. കാര്യതടസ്സങ്ങളും പ്രയാസങ്ങളും കാലിന് ബുദ്ധിമുട്ടുകളും എല്ലാ കാര്യത്തിനും പ്രയാസങ്ങളും, കണ്ടത്തിൻ്റെ മേളിലോട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ കാലിന് അസുഖങ്ങളൊക്കെ പൊതുവെ ഈ പറഞ്ഞ പോലെ ഈ ഏഴരശനി സമയത്ത് അനുഭവിക്കുന്നതാണ്. പ്രധാനമായിട്ട് കാര്യതടസ്സങ്ങൾ. ഇത് ജാതകത്തിൽ ശനിക്ക് ബലമുണ്ട് അല്ലെങ്കിൽ നല്ലൊരു ശനിയാണ് ജാതകപ്രകാരമാണെങ്കിൽ നിങ്ങൾക്ക് രാജയോഗ ഫലങ്ങളാണ് ഈ ഏഴരശനി സമയത്ത് വരുന്നത്. അതൊക്കെ നമുക്ക് ജാതക പരിശോധന കൊണ്ട് മാത്രമേ അത് ഉറപ്പിച്ച് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ പൊതുവെ പാവം വ്യയം ജപതനം നിരയെ വാമാമ്പം സ്ഥാനപ്രംശം ജ വൈകല്യം. ഇപ്പം ജോലിയിൽ പ്രയാസങ്ങൾ, കടബാധ്യതകൾ, രോഗദുരിതങ്ങൾ, കുടുംബത്തിൽ മരണതുല്യമായ രോഗങ്ങളോ മരണമോ ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടം. അപ്പൊ അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ 12ല് ശനി സഞ്ചരിക്കുമ്പോൾ നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ 3ല് വ്യാഴം സഞ്ചരിക്കുന്നതും നമുക്ക് ദുഃഖം കൂട്ടുന്ന ഒരു ഫലമാണ് അതും പറയുന്നത്. എന്നിരുന്നാൽ ഈ പറഞ്ഞ പോലെ ഇടവത്തിൽ വരുന്ന കാർത്തിക അങ്ങനെയല്ല. അവർക്ക് സർവാഭിഷ്ട സിദ്ധികളും ജോലിയിൽ ഉയർച്ചയും പ്രമോഷനും സാലറി വർധനവും ഗൃഹനിർമ്മാണ ഭാഗ്യവും വാഹനങ്ങളുടെ ലഭ്യതയും ഒക്കെ ആണ് ഇടവത്തിലെ കാർത്തിക നക്ഷത്രക്കാർക്ക് വരുന്ന ഫലം. അപ്പോൾ കാർത്തിക പൊതുവെ നമ്മൾ പറയുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലഘട്ടമായിട്ടാണ് 2026 കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഏത് കൂറാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കി അതനുസരിച്ചുള്ള ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരുന്നത്. കാർത്തിക ഇടവക്കൂറുകാർക്ക് വളരെ ഗുണകരമായ ഒരു കാലഘട്ടമാണ് ഇന്ന് കാണുന്നുണ്ട്. പിന്നെ കുടുംബത്തിൽ അഭിവൃദ്ധി വരിക, ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് കാശ് ചെലവാകുമെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുക, വിവാഹം, നിശ്ചയം അല്ലെങ്കിൽ സന്താന
അതിഥികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സന്താനങ്ങൾ ജനിക്കുക, പുതിയ അതിഥികൾ വന്ന് മനസ്സിന് ശരീരത്തിനൊക്കെ സന്തോഷം തരുന്ന കുറെ നല്ല അനുഭവങ്ങൾ കൂടെ എടവക്കൂറിലെ കാർത്തികയ്ക്ക് ഈ വർഷം അനുഭവത്തിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ലാഭസ്ഥാനത്താണ് ശനീശ്വരൻ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പം അത് നമുക്ക് ഉയർച്ചയെ തരുന്ന ഒരു കാലഘട്ടമായിട്ട് പറയുന്നുണ്ട്. ഉയർച്ച തരിക, ജോലിയിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുക, അംഗീകാരങ്ങൾ ലഭിക്കുക, വിദേശത്തേക്ക് പോവാൻ ശ്രമിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമായ സമയവും നല്ല ജോലി കിട്ടുകയും ചെറിയ ജോലികൾ ഇരിക്കുന്നവർ പോലും പ്രൊമോഷൻ ആകട്ടോ അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ വന്ന് ജോലിയിലൊക്കെ ഉയർച്ച വരുന്ന ഒരു കാലഘട്ടമായിട്ട് 2026 കാണുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല ഫലങ്ങൾ മാത്രം വരട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.